ഇന്ന് നമുക്ക് സെന്റൻസുകൾ, അതായത് നമ്മൾ എപ്പോഴും പറയുന്ന സെന്റൻസുകൾ എങ്ങനെ അഡ്വാൻസ് ലെവലിലോട്ട് മാറ്റാം എന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. നമ്മുടെ ക്ലാസ്സുകൾ അഡ്വാൻസ് ലെവലിലുള്ള ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഓണത്തിൻ്റെയൊക്കെ തിരക്കായതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ലായിരുന്നു. ഞാനത് നിങ്ങളെ കമ്മ്യൂണിറ്റി ടാബ് വഴി അറിയിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? പിന്നെ എൻ്റെ ഫോട്ടോസൊക്കെ നിങ്ങൾ കണ്ടില്ലേ? ഓണമൊക്കെ എല്ലാവരും അടിപൊളിയായിട്ട് ആഘോഷിച്ചെന്ന് വിചാരിക്കുകയാണ്. നമ്മൾ ഓണത്തെക്കുറിച്ച്, ഓണം എങ്ങനെയാണ് ആഘോഷിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു ഷോർട്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ആഘോഷിക്കേണ്ടത് എന്നുള്ളതല്ല, അഡ്വാൻസ്ഡ് ലെവലിൽ എങ്ങനെ, അതിനകത്ത് കുറേ വൊക്കാബുലറി ഒക്കെ നിങ്ങൾക്ക് കിട്ടും. ആ ഷോർട്സ് ഒന്ന് നിങ്ങൾ കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ എപ്പോഴും പറയുന്ന നമ്മൾ കഴിഞ്ഞ അഡ്വാൻസ് ലെവൽ ക്ലാസ്സിൽ പഠിച്ചല്ലോ, സിമ്പിൾ സെൻറ്റൻസ് ഉണ്ട്, കോമ്പൗണ്ട് സെൻറ്റൻസ് ഉണ്ട്, കോംപ്ലക്സ് സെൻറ്റൻസ് ഉണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചു. നമുക്ക് വേണ്ടത് കോംപ്ലക്സ് സെൻറ്റൻസ് ആണ് അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഡെയിലി റുട്ടീൻ പറയാം, അല്ലെങ്കിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് പറയാൻ പറഞ്ഞാൽ നമ്മൾ പറയും ഐ വേക്ക് അപ്പ് അറ്റ് 6:30 AM, ദെൻ ഐ ഡ്രിങ്ക് എ ഗ്ലാസ് ഓഫ് വാട്ടർ എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. എന്നുവെച്ചാൽ നമ്മൾ ആ ഒരു പഠിച്ച ഒരു രീതി വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പറയും ഐ വേക്കപ്പ് അറ്റ് 6:30 AM. ഈ ഒരു ഭാഗം മാത്രം നമ്മൾ ഒരാൾ ചോദിക്കുകയാണ് എങ്കിൽ നമുക്ക് അത് എങ്ങനെ, ആ ഒരു ഭാഗം മാത്രം ഐ വേക്കപ്പ് അറ്റ് 6:30 AM എന്നുള്ള ഈ സെൻറ്റൻസ് മാത്രം നമുക്ക് എങ്ങനെ അഡ്വാൻസ് ലെവലിൽ പറയാം, അല്ലെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിട്ട് പറയാൻ കഴിയും എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഐ usually wake up at 6:30 AM because I find the early morning is very productive. അല്ലേ? വെരി പ്രൊഡക്റ്റീവ് ആയതുകൊണ്ടാണ് നമ്മൾ രാവിലെ ഏൽക്കുന്നത്. ബിക്കോസ് ദ ഏർലി മോർണിംഗ് ഐ ഫൈൻഡ്, എനിക്ക് തോന്നി, ബിക്കോസ് ഐ ഫൈൻഡ് ദ ഏർലി മോർണിംഗ് വെരി പ്രൊഡക്റ്റീവ് അല്ലേ? ഇനി നമ്മൾക്ക് പറയണം, പിന്നെ നമ്മൾ പറയാം രാവിലത്തെയുള്ള സമയം ഞാൻ എക്സസൈസ് ചെയ്യാനും ഇപ്പം അമ്മമാരെയൊക്കെ സംബന്ധിച്ചാണെങ്കിൽ ഭക്ഷണമൊക്കെ പ്രിപ്പയർ ചെയ്യാനും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന ഒരു വാക്കെന്ന് പറഞ്ഞാൽ ഐ സ്പെൻഡ് എന്ന് പറയും. ആ സ്പെൻഡ് എന്ന് പറയുന്ന വാക്കിന് പകരം നമ്മൾ ഡിവോട്ട് എന്ന വാക്ക് അങ്ങോട്ട് ഉപയോഗിക്കാം. ഞാൻ പറഞ്ഞല്ലോ, അഡ്വാൻസ് ലെവലിൽ നമ്മൾ സംസാരിക്കുക, നമ്മുടെ വൊക്കാബുലറി എന്ന് അടിപൊളിയാക്കിയാൽ മാത്രം മതി. അപ്പോൾ നമ്മൾ ഡിവോട്ട്, ആ സ്പെൻഡ് എന്ന് പറയുന്ന വാക്കിന് പകരം നമ്മൾ കൊടുക്കുകയാണ് ഡിവോട്ട് എന്ന വാക്ക്. എന്നിട്ട് ആ സെൻറ്റൻസ് ഒന്ന് നിങ്ങൾ ആക്കിക്കേ. സോ ഐ ഡിവോട്ട് ദാറ്റ് ടൈം ടു എക്സസൈസിങ് ആൻഡ് പ്രിപ്പയറിങ് ഫുഡ്. എക്സസൈസിങ്ങിന്, ഫുഡ് പ്രിപ്പയർ ചെയ്യാനും ഒക്കെ ആയിട്ട് ഇൻ ദ കിച്ചണിൽ ഞാൻ ചെലവഴിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്? ഐ വേക്കപ്പ് അറ്റ് 6:30 AM എന്നുള്ളതിനെ നമ്മൾ കുറച്ചുകൂടി അടിപൊളിയാക്കി പറഞ്ഞു. എങ്ങനെ പറഞ്ഞു? ഐ യൂഷ്വലി വേക്കപ്പ് അറ്റ് 6:30 AM ബിക്കോസ് ഐ ഫൈൻഡ് ദ ഏർലി മോർണിംഗ് വെരി പ്രൊഡക്റ്റീവ്. സോ ഐ ഡിവോട്ട് ദാറ്റ് ടൈം ടു എക്സസൈസിങ് ആൻഡ് പ്രിപ്പയറിങ് ഫുഡ് ഇൻ ദ കിച്ചൺ. അപ്പോൾ നിങ്ങൾ കേട്ടപ്പോൾ തന്നെ മനസ്സിലായില്ല, അതിനകത്ത് നമ്മൾ ഉദ്ദേശിച്ചത് എന്ത് മാത്രമേ ഉള്ളൂ? നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു എന്ന് മാത്രമേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ക്ലിയർ ആയോ? അപ്പോൾ നമ്മൾ അഡ്വാൻസ്ഡ് ലെവലിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾ കുറേ സെൻറ്റൻസ് ഒന്നും കൂട്ടിച്ചേർത്ത് പറയണമെന്നല്ല അതിൻ്റെ അർത്ഥം. നിങ്ങൾ പറയുന്ന, നമ്മൾ ഇതിനകത്തൊരു പുതിയ വാക്ക് പഠിച്ചത് ഡിവോട്ട് പഠിച്ചു. പറയുന്ന സെൻറ്റൻസുകൾ കുറച്ചൊരു അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, ഇനി നമ്മൾ പറയാണ്, നമ്മൾ പിന്നെ പറഞ്ഞ ഡ്രൈവ്. ഞാൻ രാത്രിയിൽ ഡ്രൈവ് ചെയ്യാലാന്ന് എങ്ങനെ പറയാ? ഐ ഡോണ്ട് ഡ്രൈവ് അറ്റ് നൈറ്റ്. ഈ സെൻറ്റൻസ് നമ്മൾ ഇങ്ങനെ അല്ല പറയേണ്ടത്. എനിക്ക് രാത്രിയിൽ ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടമാണ്, പക്ഷേ രാത്രിയിൽ തിരക്കൊന്നും കാരണം എനിക്ക് ഇഷ്ടമല്ല, ചിലപ്പോൾ എനിക്ക് ഒരു പേടി തോന്നാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ രാത്രിയിൽ ഡ്രൈവ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയണമെങ്കിൽ എങ്ങനെ പറയാം? കിട്ടിയോ? ഐ യൂഷ്വലി അവോയ്ഡ് ഡ്രൈവിംഗ് അറ്റ് നൈറ്റ്. ചിലവരിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഐ യൂഷ്വലി ഡോണ്ട് ഡ്രൈവ് അറ്റ് നൈറ്റ്. തെറ്റ്, അത് സെൻറ്റൻസ് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ വേണ്ട, നമുക്ക് എങ്ങനെ പറഞ്ഞാൽ മതി? ഐ യൂഷ്വലി അവോയ്ഡ് ഡ്രൈവിംഗ് അറ്റ് നൈറ്റ്. രാത്രിയിൽ ഞാൻ ഡ്രൈവിങ് ഒഴിവാക്കാറാണ് പതിവ്. ഐ യൂഷ്വലി അവോയ്ഡ്, ഒഴിവാക്കുക, ഡ്രൈവിംഗ് അറ്റ് നൈറ്റ്. ഓൾദോ, എന്നാലും. ഐ സംടൈംസ് എൻജോയ്, ഞാൻ ഇടയ്ക്കൊക്കെ എൻജോയ് ചെയ്യാറുണ്ട്. എന്ത്? കാംനെസ് ഓഫ് നൈറ്റ് ഡ്രൈവ്സ്. നൈറ്റിൽ വളരെ കാമായിട്ടുള്ള, ശാന്തമായിട്ടുള്ള നൈറ്റ് ഡ്രൈവ് ഞാൻ എൻജോയ് ചെയ്യാറുണ്ട്. എങ്ങനെ പറയാ? although I sometimes enjoy the
കാംനെസ് ഓഫ് നൈറ്റ് ഡ്രൈവ്സ്. ഞാൻ എൻജോയ് ചെയ്യാറുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഡ്രൈവിങ്ങിനെ കൂട്ടിച്ചേർത്ത് പറയുകയാണെങ്കിൽ എനിക്ക് ഒത്തിരി വണ്ടികൾ, വലിയ വണ്ടികളൊക്കെ ട്രാഫിക് ഉണ്ടാക്കുന്നതൊക്കെ എനിക്ക് പേടിയാണ് എന്നൊക്കെ നമുക്ക് എങ്ങനെ പറയാൻ കഴിയും? ഐ ഓഫൺ ഫീൽ നെർവസ്. എനിക്ക് ചില സമയത്ത് പേടി തോന്നാം, നെർവസ് ആകാറുണ്ട്. ഐ ഓഫൺ ഫീൽ നെർവസ് ആൻഡ് ദ ഹെവി ട്രാഫിക്, ഭയങ്കര ട്രാഫിക് എന്താ ചെയ്യാറ്, എനിക്ക് ഭയങ്കര സ്ട്രെസ് തരാറുണ്ട്. എങ്ങനെ പറയാം? മേക്സ് ഇറ്റ് സ്ട്രെസ്ഫുൾ ഫോർ മീ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ പേടിക്കണ്ട. അപ്പം നമ്മൾക്ക് ഈ ഡ്രൈവിങ് രാത്രിയിൽ അവോയ്ഡ് ചെയ്യുന്നു. നമ്മൾ ഇത്ര മാത്രമേ പറയുള്ളൂ, ഐ ഡോണ്ട് ഡ്രൈവ് അറ്റ് നൈറ്റ്. നമ്മളിപ്പോൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ പറയും രാത്രിയിൽ എനിക്ക് ഡ്രൈവിംഗ് ഇഷ്ടമല്ല, കാരണം എനിക്ക് പക്ഷേ എനിക്ക് ചിലപ്പോൾ ശാന്തമായിട്ടുള്ള ഡ്രൈവിംഗ് ഒക്കെ ഇഷ്ടമാണ് എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ അതേപോലെ തന്നെ നമ്മൾ ഇംഗ്ലീഷിലും പറയണം. അപ്പം നമുക്ക് എങ്ങനെ പറയാം? ഐ യൂഷ്വലി അവോയ്ഡ് ഡ്രൈവിംഗ് അറ്റ് നൈറ്റ്. നമ്മൾ അടുത്ത് നമ്മൾ ചിന്തിച്ചിട്ട് പറയും, ഓൾദോ ഐ സംടൈംസ് എൻജോയ് കാംനെസ് ഓഫ് നൈറ്റ് ഡ്രൈവ്സ്. എനിക്കിഷ്ടമാണ് ചില സമയത്തൊക്കെ ഞാൻ കാമായിട്ട് ഒക്കെ ഡ്രൈവ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമാണ്. ഇനി നമ്മൾ എന്താ പറയുക? ഐ ഓഫൺ ഫീൽ നെർവസ്. ഇപ്പോൾ എനിക്ക് ഭയങ്കര ഒരു നെർവസിസം ആൻഡ് ദ ഹെവി ട്രാഫിക് ഇറ്റ് മേക്സ് സ്ട്രെസ്ഫുൾ. എനിക്ക് ഭയങ്കര സ്ട്രെസ്ഫുള്ളായിരിക്കും അതൊക്കെ. അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് കേട്ടപ്പോൾ മനസ്സിലായത് എന്താണ്? നമ്മൾ കുറച്ച് കണക്റ്റിംഗ് വേർഡ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ഈ കണക്റ്റിംഗ് വേർഡ് വെച്ചിട്ട് സെൻറ്റൻസുകളെ കണക്റ്റ് ചെയ്യാണ് ചെയ്തത്. അപ്പം ആൻഡ്, ബട്ട് ഇതൊക്കെ ഉപയോഗിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് നമ്മൾ വേറെ കണക്റ്റിംഗ് വേർഡുകൾ ഉപയോഗിക്കുന്നു. ഇങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. നമുക്ക് അടുത്ത ദിവസം കുക്കിങ്ങിനെ കുറിച്ച് നോക്കാം, ഓരോരോ വാക്കുകളെ കുറിച്ച് നോക്കാം. അപ്പോൾ ഇത് നിങ്ങൾ ഇന്ന് ഓരോ ദിവസവും ഇത് കാണാതെ പഠിക്കണമെന്ന് ഞാൻ പറയില്ല. ഇന്ന് നമ്മൾ ഡ്രൈവിങ്ങിനെ കുറിച്ച് എലാബറേറ്റ് ചെയ്ത് എങ്ങനെ പറയാം, അതേപോലെ നമ്മൾ രാവിലെ വേക്കപ്പിനെ കുറിച്ച് എങ്ങനെ പറയാം, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. എൻ്റെ കിച്ചണാണ് കേട്ടോ. ഞാൻ ഏറ്റവും കൂടുതൽ ടൈം ഡിവോട്ട് ചെയ്യുന്നത് ഇവിടെയാണ്. നമ്മൾ ഇന്ന് പഠിച്ചത് എൻ്റെ കിച്ചൺ. നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പല ദിവസങ്ങളിലായിട്ട് പഠിക്കും. നിങ്ങളത് കേൾക്കുക, പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ വീട് റോഡിൻ്റെ, ഹൈവേയുടെ സൈഡിലാണ്. അപ്പോൾ ഞാൻ എവിടെ ഇരുന്നാലും വണ്ടികൾ പോകുന്ന സൗണ്ട് കേൾക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് ഡിസ്റ്റർബ് ആവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എപ്പോഴും ഇങ്ങനെ സൗണ്ട് കേൾക്കും കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം. ഇതെൻ്റെ കിച്ചണിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നോക്കൂ, അങ്ങോട്ട് കാണുന്നത് കണ്ടോ? എൻ്റെ വീടിൻ്റെ മുറ്റത്തെന്ന് പറയുന്നത് പോലെയുള്ള റോഡാണ്. അവിടെ ഭയങ്കര തിരക്കാണ്. അവിടെ നിങ്ങളതൊന്നും കാര്യമാക്കണ്ട കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഓണമൊക്കെ നിങ്ങൾ അടിപൊളിയായിട്ട് ആഘോഷിച്ചെന്ന് വിചാരിക്കുകയാണ്. നമ്മൾ ഒരു ആഴ്ചയോളമായിട്ട് വീഡിയോ ഒന്നും ഇടുന്നുണ്ടായിരുന്നില്ല എന്ന് എനിക്കറിയാം. ഞാനും വീട്ടിൽ ഓരോരോ തിരക്കുകളിലായിരുന്നു. നമുക്കിനി അടുത്ത ദിവസം വീണ്ടും കാണാം. പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ ഇതേപോലെ വേക്കപ്പ്, ഡോണ്ട് ഡ്രൈവ് അറ്റ് നൈറ്റ്, ഈ 2 സെൻറ്റൻസുകളെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ മനസ്സിൽ വന്ന കുറച്ച് എലാബറേറ്റ് ചെയ്തിട്ട് കുറച്ച് അടിപൊളിയായിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സ് സെൻറ്റൻസ് എഴുതി കിടണം കേട്ടോ. അത് പലർക്കും പല രീതിയിൽ ഉപകാരപ്പെടാം. ചിലപ്പോൾ വൊക്കാബുലറി കിട്ടാത്തതിൻ്റെ ആയിരിക്കാം. നിങ്ങൾ ആലോചിക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കുറച്ച് വൊക്കാബുലറി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങളത് കേട്ടുകൂടെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. താങ്ക് യു.